ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും മീനുകൾ ഡെഡായി പോകാനായിട്ട് അല്ലെങ്കിൽ ലൈഫിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മീൻ നമ്മൾ ഫിഷ് ടാങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത്. നമ്മളിൽ പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ രാവിലെ മീനുകൾക്ക് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് പോകുന്നതാണ്. എന്നിട്ട് നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ഒക്കെ വന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മീൻ താഴെ ഫ്ലാറ്റായി കിടക്കുന്നത്, അത് ബ്രീത് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്ട്രഗിൾ ചെയ്യുകയാണ് ലൈഫിന് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മീനുകൾ അക്വേറിയത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൻ്റെ മുകളിൽ വന്നിട്ട് എക്സസ് ആയിട്ട് ബ്രീത് ചെയ്യുക. അപ്പോൾ അതായത് ലൈഫിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് ചുരുക്കം. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് നല്ല രീതിയിലുള്ള ഓക്സിജൻ സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എയറേറ്ററുകൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എയർ പമ്പുകൾ യൂസ് ചെയ്യാം. എന്നിട്ട് മീനുകൾക്ക് സ്ട്രെസ് വരാത്ത രീതിയിൽ ആവശ്യത്തിനുള്ള സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പോൾ ആ ഒരു മീൻ സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ കുറവാണെങ്കിലും എയറേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും അസുഖം വഴിയാണ് ഇതിന് ഈ പ്രോബ്ലം വന്നതെന്നുണ്ടെങ്കിലും നമ്മൾ എയറേഷൻ കൊടുക്കണം. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിലേക്ക് നല്ല ഓക്സിജൻ സപ്ലൈ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെയും മീനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നമുള്ള മീനിനെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് ക്വാറൻറ്റൈൻ ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മീൻ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ മറ്റു മീനുകൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാറൻറ്റൈൻ ചെയ്യുന്നതാണ് നല്ലത് വേറെ മീനുകൾ അക്വേറിയത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം ടാങ്കിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 20 മുതൽ 30% വരെ വാട്ടർ ചേഞ്ച് കൊടുക്കുക. ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് സെയിം ടെമ്പറേച്ചർ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ നമ്മൾ ഒരു 30% വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ വെള്ളത്തിലുള്ള നൈട്രൈറ്റ് അതുപോലെ തന്നെ അമോണിയയുടെ അളവ് കുറയും. ഏതെങ്കിലും കാരണവശാൽ ഇത്തരം ടോക്സിൻസ് സ്പൈക്കായിട്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. ഇനി നാലാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു അക്വേറിയത്തിലേക്ക്. സോൾട്ട് കുറേ പ്രശ്നങ്ങൾക്കുള്ള ഒരു സിമ്പിൾ റെമഡിയാണ്, ബേസിക് റെമഡി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പല അസുഖങ്ങൾക്കും ബേസിക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സോൾട്ട് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയില്ല മീൻ എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത്, പല കാരണങ്ങളായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഫിഷുകൾക്ക് അവരുടെ ബ്രീതിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനും അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും സോൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി അഞ്ചാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ, ഹീറ്റർ, അതുപോലെ എയർ പമ്പ് ഇതെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് ഇവരെ നമ്മൾ ഒറിജിനലായിട്ട് ഇട്ടിരുന്ന ആ ഒരു അക്വേറിയത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ഇവരെ ക്വാറൻറ്റൈൻ ചെയ്ത അക്വേറിയത്തിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സെയിം അക്വേറിയത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് അമോണിയ, നൈട്രേറ്റ്, pH ഇതെല്ലാം ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം സേഫ് ലെവലിലല്ലേ നിൽക്കുന്നതെന്നുള്ളത്. ഇനി നമ്മൾ മീനിനെ ക്വാറൻറ്റൈൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നമ്മൾ പിന്നെ നൈട്രൈറ്റും അമോണിയം അല്ലെങ്കിൽ pH ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത അക്വേറിയാണ്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പുതിയ അക്വേറിയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ ചെയ്യാനിട്ട അക്വേറിയത്തിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഹീറ്റർ, ഫിൽറ്റർ അതുപോലെ തന്നെ എയറേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഇപ്പോഴും ചിലപ്പോൾ അറിയായിരിക്കില്ല എന്തുകൊണ്ടാണ് ഈ ഒരു മീൻ സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വേണം പിന്നെ എന്താണ് ഇതിന് പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. അതായത് എന്താണ് ഇതിൻ്റെ കാരണം, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫർദർ ആക്ഷൻസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന അസുഖമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അസുഖത്തിന് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മീനിന് ആ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നുള്ള റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതൊരു അസുഖമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.